കാറിനെ ഓവർടേക്ക് ചെയ്തതിൽ പ്രകോപിതരായ യുവാക്കൾ ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചു. പാലക്കാട് കൂറ്റനാടാണ് ഈ സംഭവം. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ബെന്നി ആശുപത്രിയിൽ ചികിത്സ തേടി. ഞാൻ വണ്ടി എടുത്തിട്ട് ഈ ആശുപത്രിയുടെ ഭാഗത്തേക്ക് ചായ പിടിക്കാൻ വരികയായിരുന്നു. അവരെ വണ്ടിയുടെ ഓവർടേക്ക് ചെയ്തു എന്നുള്ള ദേഷ്യത്തിൽ വന്നിട്ട് ഇടിച്ചു. വണ്ടിയിൽ നിന്ന് ഇടിച്ചിറക്കിയിട്ട് ഇടിച്ചു. ഷോൾഡറിന് ഈ മൂട്ടറിന് ഇവിടെയൊക്കെ മാരക പരിക്ക് പറ്റി. രണ്ടാളും കൂടിയിട്ടാണ് ആക്രമിച്ചത്. കൈ കൊണ്ട് ബലമായി പിടിച്ചിരിക്കുകയാണ്. അവരെ പരിചയമൊന്നുമില്ല. അവിടെ കണ്ടവര് പരിചയം മാത്രം. നമ്മളവരെ സഹായിച്ചു എന്നുള്ള തെറ്റ് മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ഞാങ്ങാട്ടിരി സ്വദേശി അലൻ അഭിലാഷ്, മേടത്തൂർ സ്വദേശി അജ്മൽ എന്നിവരെ ചാലശ്ശേരി പോലീസ് പിടികൂടിയിട്ടുണ്ട്. പിടിയിലായ അലൻ 2024 ജൂണിൽ തൃത്താല SIയെ കാർ ഇടിപ്പിച്ച സംഭവത്തിലെ മുഖ്യപ്രതിയാണ്. എം വിഷ്ണു വിവരങ്ങൾ നൽകും. വിഷ്ണു, അപ്പോൾ ആള് മോശക്കാരനല്ല, ഇനി നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ. എന്താണ് ശരിക്കും സംഭവിച്ചതെന്നാണ് ഈ ഓട്ടോ ഡ്രൈവർ ബെന്നി പറയുന്നത്? അയാൾ ഓട്ടോ ഓവർടേക്ക് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണോ ഈ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇയാൾ ഇത്രയും ക്രൂരമായി മർദ്ദിക്കുന്നത്? തീർച്ചയായും എൽദോ പറഞ്ഞതുപോലെ തന്നെ അലൻ അഭിലാഷ് ചില്ലറക്കാരനല്ല. 2024 തൃത്താല SI സുഭാഷിനെ വാഹനം ഇടിച്ചിടാൻ ശ്രമിച്ച വ്യക്തി കൂടിയാണ്. അതായത് ഒരു വെള്ളിയങ്കല് എന്ന ഒഴിഞ്ഞ പ്രദേശത്ത് പാതയോരത്ത് ലഹരി ഇടപാട് നടക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞെത്തിയ പോലീസിനെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. ഈ കേസിൽ പ്രതിയാണ് അലൻ അഭിലാഷ്. ഈ സംഭവം ഉണ്ടായത് ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ്. കൂറ്റനാട് സെന്ററിലെ ഒരു സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ വെച്ചാണ്. ഏറെ തിരക്കുള്ള പാതയാണ്. ഈ സമയത്ത് ഇവിടെ കാറിൽ അലൻ അഭിലാഷും അജ്മലും സഞ്ചരിച്ച കാറിനെ പുറകിലൂടെ വന്ന ഒരു ഗൂഡ്സ് ഓട്ടോറിക്ഷ, പാൽ വിൽപ്പനക്കാരനായ ബെന്നിയുടെ ഓട്ടോറിക്ഷ ഓവർടേക്ക് ചെയ്ത് കയറിയപ്പോൾ ഇതിൽ പ്രകോപിതരായ ഈ യുവാക്കൾ, 20 വയസ്സാണ് അലൻ അഭിലാഷിനുള്ളത്. ഈ യുവാക്കൾ അലൻ അഭിലാഷും അജ്മലും കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ബെന്നിയെ ഓട്ടോയിൽ നിന്ന് പിടിച്ച് വലിച്ചിറക്കി നിലത്തിട്ട് ചവിട്ടുകയും മർദ്ദിക്കുകയുമാണ് ചെയ്തത്. തുടർന്ന് നാട്ടുകാരെ ഓടിക്കൂടിയാണ് ഇവരെ പിടിച്ചു മാറ്റിയത്. തുടർന്ന് വിവരം അറിയിച്ച തുടർന്ന് ചാലശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എൽദോ, അപ്പോൾ നേരത്തെ ഈ ലഹരി കേസിലും ഇയാൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടോ വിഷ്ണു? തീർച്ചയായും ഈ ലഹരി കേസിലും പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പോലീസിനെ ആക്രമിച്ച കേസിലും അന്ന് പ്രതി ചേർക്കപ്പെടുകയും റിമാൻഡ് ചെയ്യുകയോ ചെയ്തതെന്നാണ് എൽദോ. ആ കേസിന്റെ സാഹചര്യം എന്താണ് ഇപ്പോൾ? അത് പൂർത്തിയായോ? ആ കേസ് 2024 അതിപ്പോ കുറച്ചുനാൾ ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം വിട്ടയക്കേണ്ടത്. വാഹനാപകടം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസാണ്. പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ച് ആക്കാൻ ശ്രമിച്ചുള്ള കേസ് മാത്രമാണ് അതിലുണ്ടായിരുന്നത്. റൈറ്റ്, ഓക്കെ വിഷ്ണു. ഇന്ന് ഈ സംഭവം നടക്കുന്നത് എപ്പോഴാണ്? ഇനി നാട്ടുകാരാണ് ഇയാളെ പിടിച്ചു മാറ്റുന്നത് അല്ലെങ്കിൽ ബെന്നിയെ രക്ഷപ്പെടുത്തുന്നത്? രണ്ടുപേർ ചേർന്ന് ഒരു പാവ മനുഷ്യനെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. അപ്പോൾ അതിൽ നാട്ടുകാരുടെ ഇടപെടലാണോ അത്രയും മർദ്ദനത്തിലെങ്കിലും ഒതുങ്ങിയത്? കാരണം അവരുടെ രീതി വെച്ചിട്ട് അങ്ങനെ അല്ലാന്ന് തോന്നുന്നു. നാട്ടുകാർ എത്തിക്കാറുണ്ടോ? പോലീസ് എത്തിയിരുന്നോ സ്ഥലത്തേക്ക്? തീർച്ചയായും ഇത് കൂറ്റനാട് സെന്റർ എന്ന് പറഞ്ഞ ഏറെ തിരക്കുള്ളൊരു സ്ഥലമാണ്. ഇവിടെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിലാണ് ഈ സംഭവം ഉണ്ടായത്. വൈകുന്നേരം നിറയെ ആളുകളുള്ള സമയമാണ്. ഈ സമയം തിരക്കുള്ള ഒരു ആശുപത്രിയാണിത്. ഇവിടെ വെച്ച് ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഈ നാട്ടുകാർ, സമയത്ത് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട്, ആംബുലൻസ് സ്റ്റാൻഡ് ഉണ്ട്, നിറയെ വാഹനങ്ങൾ ഉള്ള ആൾക്കാരുണ്ട്. ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ആളുകൾ ഓടിക്കൂടി ഇവരെല്ലാം പിടിച്ചു മാറ്റുകയായിരുന്നു. ബെന്നിയെ മർദ്ദിക്കുന്ന സാഹചര്യത്തിൽ ഈ 2 യുവാക്കളെ പിടിച്ചു മാറ്റുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ മർദ്ദനത്തിൽ ഒതുങ്ങിയത് കാര്യങ്ങൾ. ബെന്നിക്ക് ഗുരുതര പരിക്കുകളില്ല. ഈ മർദ്ദനമായിട്ട് ചെറിയ ചെറിയ ചതവുകൾ കാര്യങ്ങളേ ഉള്ളൂ. ഈ പിടിച്ചുമാറ്റൽ ആളുകൾ ഇല്ലാത്തൊരു ഇടമായിരുന്നെങ്കിൽ ക്രൂരമർദ്ദനം ഉണ്ടാവുകയായിരുന്നു. വലിയ വലിയ ഗുരുതരമായ പരിക്കുകൾ ബെന്നിക്ക് നേരിട്ട് വരുമായിരുന്നു. നിലവിൽ ബെന്നി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇവരെയൊക്കെ കൃത്യമായി പിടികൂടി കൈകാര്യം ചെയ്യാൻ തന്നെ വേണം. എന്നാൽ നിയമപരമായി തന്നെ കാര്യങ്ങൾ നീങ്ങട്ടെ. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.